ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിരാനായി മാറ്റി വയ്ക്കാം. മാവരയ്ക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ഈ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങ വെള്ളം കൂടെ ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കാം. രാവിലെ ഇതുപോലെ മാറ്റി വയ്ക്കുന്ന തേങ്ങാ വെള്ളം വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ചോറിന് പകരം നമ്മൾ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അവിലും നന്നായി കഴുകി വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് തേങ്ങയും നേരത്തെ കഴുകി കുതിരാനായി മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് അവിലും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ അവിൽ കുതിരാനായി വെച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരി കൂടെ അരച്ചെടുക്കാം. തരികളില്ലാത്ത നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് അരി അരച്ചെടുക്കേണ്ടത്. പുളിക്കാനായി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളമാണ് അരി അരയ്ക്കാനായി ഉപയോഗിക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രം അരി കുതിരാൻ വെച്ചിരുന്ന വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കാം. തേങ്ങാ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നു. കൂടുതൽ മധുരം ആവശ്യമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ ആകുമ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മാവ് എത്രമാത്രം പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനായി തുടങ്ങാം. അപ്പച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മാവ് നന്നായി ചുറ്റിച്ചെടുക്കാം. അപ്പത്തിൽ ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രം മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ കുറച്ച് സമയം മാത്രം ഇത് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും. ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. അപ്പം പാത്രത്തിൽ ചുറ്റിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അടുത്ത അപ്പം ഒഴിക്കുന്നതിന് മുമ്പ് ചട്ടി നന്നായി ഒന്നും കൂടെ ചൂടായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പാത്രം നന്നായി ചൂടായാൽ മാത്രമാണ് ഇതുപോലെ ഹോൾസ് നന്നായി വരികയുള്ളൂ. ബാക്കി അപ്പങ്ങളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരളവിൽ അപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 അപ്പം വരെ ചുട്ടെടുക്കാനായി സാധിക്കും. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമ്മൾ ഈ അപ്പത്തിൽ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് ലൈക്ക് ദ വീഡിയോ.